മാർപ്പാപ്പയുടെ കാലം ചെയ്യലിൽ ഇന്ത്യക്കാർക്ക് മറ്റൊരു വേദന കൂടിയുണ്ട്. ഇന്ത്യ സന്ദർശിക്കണമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹം സഫലമായില്ല എന്നതാണ്. രാഷ്ട്രീയ കാരണങ്ങളാണ് പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിന് തടസ്സമായത്. കത്തോലിക്ക സഭയുടെ ഈ വർഷം മുഴുവൻ നീളുന്ന മഹാജൂബിലി ആഘോഷങ്ങൾക്ക് ശേഷം അടുത്ത വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തുമെന്നതായിരുന്നു ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. ഫ്രാൻസിസ് പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന് കത്തോലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിനോട് ആദ്യമായി ആവശ്യപ്പെട്ടത് 2014 ഫെബ്രുവരിയിലാണ്. അന്നത്തെ CBCI അധ്യക്ഷൻ കർദിനാൾ ഒസ്വാൾഡ് ഗ്രേഷ്യസ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് എഴുതിയ കത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കർദിനാൾമാർ ചോദിച്ചപ്പോഴൊക്കെയും മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുന്നതിനോടുള്ള താല്പര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. ഉടൻ ഔദ്യോഗികമായി ക്ഷണിക്കുമെന്നും മൻമോഹൻ സിംഗ് വ്യക്തമാക്കിയെങ്കിലും 2 മാസം കഴിഞ്ഞപ്പോൾ UPA സർക്കാർ കാലാവധി പൂർത്തിയാക്കി. തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായതുമില്ല. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവ CBCI അധ്യക്ഷനായിരുന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ പലതവണ ഈ വിഷയം ഉന്നയിച്ചു. ഇതിനിടെ 2015 മാർപ്പാപ്പ ശ്രീലങ്ക സന്ദർശിച്ചു. 2017 ഫ്രാൻസിസ് പാപ്പ ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചനയുണ്ടായി. മ്യാൻമർ ബംഗ്ലാദേശ് സന്ദർശന തീയതി തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ തീരുമാനം അറിഞ്ഞ ശേഷം മതിയെന്ന് പാപ്പ അന്ന് നിലപാടെടുത്തുവെന്നാണ് സഭാവൃത്തങ്ങൾ സൂചിപ്പിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഔദ്യോഗിക ക്ഷണം ഉണ്ടായില്ല. അയൽരാജ്യങ്ങൾ സന്ദർശിച്ചു പാപ്പ മടങ്ങി. ഗുരുനാനാക്കിന്റെ 550-ാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ 2019 ജൂലൈ ആഗോള സിഖ് കൗൺസിൽ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഔദ്യോഗിക ക്ഷണം 2021 ഇന്ത്യ സന്ദർശനത്തിന് അദ്ദേഹം സന്നദ്ധത അറിയിച്ചിട്ടും ക്ഷണിക്കാൻ കേന്ദ്ര സർക്കാർ മടി കാണിക്കുകയായിരുന്നെന്ന കുറ്റപ്പെടുത്തലുകളും പല ഭാഗങ്ങളിൽ നിന്ന് ഇതിനിടെ ഉയർന്നിരുന്നു. ഒടുവിൽ 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഇന്ത്യയുടെ ക്ഷണം അറിയിക്കുന്നത്. 2021 ഒക്ടോബറിൽ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റോമിലെത്തിയ ഘട്ടത്തിൽ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ മോദി ഔദ്യോഗികമായി ക്ഷണിച്ചു. ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ ആരംഭിച്ചുവെങ്കിലും പല കാരണങ്ങളാൽ ഇത് വൈകി. ഏതു രാജ്യത്തും മാർപ്പാപ്പയുടെ സന്ദർശനത്തിന് പാലിക്കുന്ന ചില കീഴ്വഴക്കങ്ങളുണ്ട്. 1 വർഷത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യത്തു സന്ദർശനം ഒഴിവാക്കുന്നത് ഉൾപ്പെടെയാണിത്. 2024 ഇന്ത്യ സന്ദർശിക്കുമെന്ന് സൂചന പാപ്പ ഇടയ്ക്ക് നൽകിയിരുന്നെങ്കിലും പൊതു തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തടസ്സമായി. കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂഗിനി, കിഴക്കൻ തൈമൂർ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലേക്ക് 12 ദിവസം നീണ്ട സന്ദർശനം നടത്തിയിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളെക്കാൾ കത്തോലിക്ക വിശ്വാസികളുള്ള ഇന്ത്യയിലേക്കുള്ള യാത്ര മാത്രം സാധ്യമായില്ല. മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷം കഴിഞ്ഞ വർഷം ജൂണിൽ ഇറ്റലിയിൽ G7 സമ്മേളനത്തിന് എത്തിയ ഘട്ടത്തിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി മോദി കൂടിക്കാഴ്ച നടത്തി ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. പോൾ 6-ാമൻ മാർപ്പാപ്പയാണ് ആദ്യമായി ഇന്ത്യ സന്ദർശിച്ചത്. 1964 മുംബൈയിലാണ് അദ്ദേഹം എത്തിയത്. ജോൺ പോൾ 2-ാമൻ 1986 1999 എത്തി. അദ്ദേഹമാണ് ഒടുവിൽ ഇന്ത്യ സന്ദർശിച്ച കത്തോലിക്ക സഭാ തലവൻ. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യപ്പെട്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും തടസ്സമായിരുന്നു.